നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, ഇൻറ്റൻഷൻ എന്താണ്, എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോ കോണ്ടാക്റ്റ് ആയിരിക്കട്ടെ, ഇപ്പോൾ കൂടെ ഉള്ളവരായിരിക്കട്ടെ, എന്ത് തരം റിലേഷൻഷിപ്പ്, എന്ത് തരം സിറ്റുവേഷൻ ആയിക്കോട്ടെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു റീഡിംഗ് ആണിത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നോക്കുക അവരുടെ ഓവറോൾ എനർജി. അതിനാണ് ഞാൻ കാർഡ് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് വെച്ചിട്ടുള്ളത്. അവരുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അവരിപ്പോൾ എന്ത് സിറ്റുവേഷനിലാണ്, പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്, പിന്നെ നെക്സ്റ്റ് ആക്ഷൻ, അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3 കാർഡ്സ് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് കേട്ടോ. ഇത് 1, ഇത് 2, ഇത് 3. എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസൊനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസൊനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ഇത് ഒന്നാമത്തെ ഇതാണ്, ഇത് 2, ഇത് 3. ഇത് 3 കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്. ഞാൻ ഇത് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഒന്നാമത്തെ കാർഡ് എടുത്തിരിക്കുന്നവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. അപ്പം നിങ്ങളുടെ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് ആയിരിക്കും, ഒന്നോ അതിലധികമോ ഓറക്കിൾ മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഭഗവാനേ നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജ് മൗണ്ടൻസ്. നിങ്ങൾ എന്ത് സിറ്റുവേഷന് അഭിമുഖീകരിക്കുകയാണെങ്കിലും വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ആ സിറ്റുവേഷനെ അഭിമുഖീകരിക്കണം എന്നാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. അപ്പോൾ എന്തോ ഒരു കാര്യം, ഒന്നില്ലെങ്കിൽ അവർ മറച്ചു പിടിച്ചിരുന്ന ഒരു കാര്യം ആരോടും പറയില്ല, ഞാൻ നിങ്ങളോട് പോലും പറയില്ല എന്ന് വിചാരിച്ച് വെച്ചിരുന്ന ഒരു കാര്യം തുറന്ന് പറയാൻ റെഡിയാകുന്നു. അല്ലെങ്കിൽ അവർ നേരത്തെ ഭയങ്കര പിശുക്കായിരുന്നു, സ്നേഹം തരാനും പൈസ തരാനും എല്ലാം. ഇപ്പോൾ അവർ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ്. അതാണ് അവരുടെ എനർജി. ഇപ്പോൾ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു മീനിങ്ങും കൂടി ഉണ്ട്. ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ്. പൈസ അത്രയധികം ആർത്തി ഇല്ലാത്ത ഒരാളാണിത്. അപ്പോൾ ഇവിടെ ഒരു മാരേജ് കാർഡ് റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ മാരേജിന്ന് രണ്ടാമത്തെ കാര്യം കൈവിട്ട് കളയുക എന്നുണ്ട്. അതാണ് ഇപ്പോൾ മാരേജ് റിവേഴ്സാണ്, അതൊരു ഡിവോഴ്സിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പെർമനൻറ്റ് സിറ്റുവേഷൻ, ഒരു മാരേജിൽ നിന്ന് അകന്നു പോകുന്നത് 6 ഓഫ് സ്വേർഡ്സ് ആണ്. അകന്ന് മൂവ് ഓൺ പോകുന്നു. ഇത് മാരേജ് ആണെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകുന്നത്. എന്തായാലും റിലേഷൻഷിപ്പ് എന്ന പേഴ്സൺ റിലേഷൻഷിപ്പ് ചേർത്ത് പിടിച്ചിരുന്ന ഒരാളെ റിലേഷൻഷിപ്പ് വിട്ട് കളയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടാണ് ഇവിടെ ഓവറോൾ എനർജി വന്നേക്കുന്നത്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനാണ് ഈ പേഴ്സൻ്റെ പ്ലാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജ് വന്നത്.
എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ അഭിമുഖീകരിക്കാനായിട്ട് നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അവരുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ഷഫിൾ ചെയ്യട്ടെ ഇത്, എന്നിട്ട് നമുക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. പിള്ളേർ പുറത്ത് കളിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെതായ ഒച്ചയും ബഹളവും ഉണ്ടാവാൻ വഴിയുണ്ട്. ഞായറാഴ്ചയാണല്ലോ. എനിക്ക് ഇപ്പോൾ ഒരു റീഡിങ് എടുക്കണം എന്ന് തോന്നി, അതാണ് ഞാനിത് എടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഹെർമിറ്റ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്, അതുപോലെ 4 ഓഫ് കപ്സ് അപ്രൈറ്റും വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ നേരത്തെ ഭയങ്കര റിജിഡ് ആയിരുന്നിരിക്കാം, ഇപ്പോൾ ഈ പേഴ്സൺ പുതിയ ഓപ്ഷൻസിനായിട്ട് ഓപ്പൺ ആണ്. നേരത്തെ ഈ പേഴ്സൺ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ഡിസ്കഷനും ഓപ്പൺ അല്ല, അതാണ് കാരണം. ഹെർമിറ്റ് റിവേഴ്സിന് ഐസൊലേഷൻ, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോഴത്തെ എല്ലാവരിൽ നിന്നും ഒളിഞ്ഞു ഇരിക്കുന്ന ഒരാൾ, ആരോടും ഒരു കാര്യവും ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. ഒറ്റയ്ക്കിരിക്കുകയാണ്, ഒറ്റയ്ക്കിരുന്ന് കുറേ കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കാനുണ്ട് ആ പേഴ്സണ്. അപ്പോൾ ആ പേഴ്സൺ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഈ ഡിസ്കഷൻ മുഴുവൻ. ആരെങ്കിലും അഡ്വൈസ് കൊടുക്കുകയോ നിങ്ങൾ സംസാരിക്കാൻ മുതിരുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പുതിയ ഓഫർ യൂണിവേഴ്സിൽ നിന്ന് വരുന്നതാണ്. അതിന് പേഴ്സൺ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധ മുഴുവൻ പാസ്റ്റിലാണ്, നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നത്, അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രശ്നമുണ്ട്, എല്ലാം ആ പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സൺ ഇപ്പോൾ ആരോടും സംസാരിക്കാൻ മുതിരുന്നില്ല, ആരുടെയും അഡ്വൈസ് എടുക്കുന്നുമില്ല, ആരോടും അഡ്വൈസ് ചോദിക്കുന്നുമില്ല, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ വഴി തെറ്റിയ പോലത്തെ ഒരു സിറ്റുവേഷൻ. അതിന് ഈ ഹെർമിറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഡെവൽ എനർജിയാണ്, ഡെവലും എംപററുമാണ്. ഈ പേഴ്സൺ നന്നായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കൺട്രോൾ ഈ പേഴ്സൻ്റെ കയ്യിലായിരുന്നു. പേഴ്സൺ വളരെ കൺട്രോൾഡ്, ഇതൊരു ചക്രവർത്തിയാണ്, ഒരു ചെകുത്താൻ. അപ്പോൾ ചെകുത്താൻ്റെ എനർജിയുള്ള ഒരു ചക്രവർത്തി. അപ്പോൾ ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ വളരെ തന്മയത്വത്തോടെ നിങ്ങളെ കൺട്രോളിൽ വെച്ചിരുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കൺട്രോളിൽ വെച്ചിരുന്നു. പക്ഷേ അത് തകിടം മറിയുകയോ നിങ്ങൾ ഈ പേഴ്സൻ്റെ കള്ളത്തരം തിരിച്ചറിയുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിൽക്കക്കള്ളി ഇല്ലാതെയാണ് ഈ പേഴ്സൺ മുങ്ങുന്നത്. അപ്പോൾ മുങ്ങുന്നത് എന്തോന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കാണ്ടിരിക്കുക, നിങ്ങൾ ആ പേഴ്സണിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പേഴ്സൺ മുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പേഴ്സൺ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും അതിൽ കുറ്റബോധമൊന്നുമില്ല, സർപ്പമാണിത്, ഇത് വിഷമാണ്. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലർട്ടിഷ് എനർജിയാണ്, സെൽഫിഷാണ്, ഒബ്സെസ്ഡ് ആണ്, അഡിക്റ്റഡ് ആണ് ഈ പേഴ്സൺ, മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ വളരെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ പ്ലെയർ എനർജിയാണ്, അല്ലാണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ കള്ളത്തരമായിരിക്കും പറഞ്ഞത്, നിങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറഞ്ഞതാണ്. സോറി. ആ പേഴ്സൺ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് പിടിച്ചുവാരോ. അപ്പോൾ നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ അഡ്വെഞ്ചർ ലവിങ് എനർജിയാണത് കേട്ടോ. ഇത് വളരെ ഒരു വിവാഹം കഴിക്കാത്ത ഒരു എനർജിയാണത്, അൺമാരിഡ് എനർജിയാണത്. എന്ന് വെച്ചാൽ ഒരു യൗവനത്തിലിരിക്കുന്ന ഒരാൾ, വിവാഹം കഴിച്ചിട്ടില്ല. മെയിൽ എനർജിയാണ്, മെയിൽ ഇത് ഫീലിങ്സ് ഉള്ള ഒരു ഫീമെയിൽ ആവാം, മെയിൽ ഹോർമോൺസ് കൂടുതലുള്ള ഒരു ഫീമെയിൽ എനർജിയും കൂടി ആവാം ഇത്. എന്തായാലും ചെയ്തത് മണ്ടത്തരമായി, അല്ലെങ്കിൽ നിങ്ങൾ കള്ളത്തരം പിടിച്ചു, അതായിരിക്കും മുങ്ങുന്നത്. ഇത് മുങ്ങലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇരുന്ന് ആലോചിക്കുകയാണ്, മണ്ടത്തരമായിപ്പോയി, അത് ചെയ്തത് അങ്ങനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ആകെ കൂടെ ഒരു പ്ലാനിങ് ഇല്ലാതെ ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഇമ്മച്യൂർഡ് എനർജിയിൽ നിന്നിട്ട് ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഈ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. ഈ പേഴ്സൺ വളരെ കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. ഇവിടെ കാപ്രിക്കോൺ, ഏരീസ്, വെർഗോ അത്രയുമാണ് മേജർ സോഡിയാക്സ്, അല്ലെങ്കിൽ ഏരീസ്, ലീവ്, സജിറ്റേറിയസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്. അവർക്ക് നിങ്ങളോട് ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്. 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്.
ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെതായ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഈ പേഴ്സണ്, മനസ്സിലായോ? അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ മാരീഡ് അല്ലെങ്കിൽ ഈ പേഴ്സണ് പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, കാരണം നിങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഈ പേഴ്സൺ. നിങ്ങൾ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, നിങ്ങൾ ഈ പേഴ്സൻ്റെ കംപ്ലീറ്റ് കൺട്രോളിലായിരുന്നു ഇരുന്നത്. ഈ പേഴ്സൺ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ഒരു എനർജിയാണ്. പിന്നീട് പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ പേഴ്സൺ അത്ര പിടുത്തമില്ല, കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പാണ് ഈ പേഴ്സണെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞതെന്നൊരു സംശയ പേഴ്സൺ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇത് ലിയോ ആണ്, ഇത് അക്വാരിയസ്. സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആണ്. ഒരു ധൈര്യമില്ലായ്മ നിങ്ങളെ ഫേസ് ചെയ്യാൻ ചിലപ്പോൾ തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ ഒരു ധൈര്യമില്ലായ്മ, ഒരു കള്ളത്തരമൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ചമ്മലുണ്ടാവില്ലേ. ഇനിയിപ്പോൾ തിരിച്ച് നിങ്ങളിലേക്ക് ഫ്രണ്ട്ഷിപ്പ് വരണം, അതുപോലെ നിങ്ങളുമായിട്ട് റീകൺസിലിയേഷൻ വരണം, അതൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് ഡിലേ ഉണ്ടാവാൻ വഴിയുണ്ട്, കാരണം ഒരു നാണക്കേട് ആയി കഴിയുമ്പോൾ ഒരു ചമ്മൽ അത് മാറണമല്ലോ. ഇവിടെ പിന്നെയും വരാൻ വഴി നൈറ്റ് ഓഫ് കപ്സ്, പിന്നെയും നൈറ്റ് ഓഫ് കപ്സും അതെ ഇമ്മച്ചുവർഡ് എനർജിയാണ്. കൂടുതൽ റൊമാൻസ് ഉള്ള ഒരു എനർജിയാണിത്. അപ്പോൾ അത് തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് കപ്സ് റിവേഴ്സ്, ജസ്റ്റിസ്. ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഡിസ്കഷന് ഓപ്പൺ ആണ്. നേരത്തെ ഡിസ്കഷന് ഓപ്പൺ അല്ലായിരുന്നു. നിങ്ങളോടുള്ള ഫീലിംഗ്, നിങ്ങളോട് മാത്രം സംസാരിക്കാൻ ഈ പേഴ്സൺ ഓപ്പൺ ആണ്, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇഷ്ടമില്ല. അതുപോലെ തന്നെ ഈ സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് പെട്ടെന്ന് വേണം. ഇത് പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണെന്ന് വെച്ചാൽ പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് പറഞ്ഞാൽ ഡിലേസ് ആണ്, കുറേ ഡിലേ, അത് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. തിരിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്, ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ലീബ്ര, ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. ഇനി നിങ്ങളോടുള്ള ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഈ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ ലവ് ഒന്നും കണ്ടില്ല. എന്താണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം, ശരിക്കുമുള്ള ഉദ്ദേശം? പേജ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ടൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നില്ല. ലവേഴ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അവസാനം നിങ്ങൾ ഉപേക്ഷിച്ച് പോകും ഈ പേഴ്സൺ. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹം, നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോട് സ്നേഹമില്ല, നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. ഇവിടെ ജെമിനായി സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ട്രാപ്ഡ് ആവാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലായോ? അതാണ് കാര്യം. ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഇവിടെ പറ്റില്ല. ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ല, ഇതൊരു ലവ് റിലേഷൻഷിപ്പായിട്ട് ഈ പേഴ്സൺ കണക്കാക്കുന്നില്ല. അപ്പോൾ ഇതൊരു ടൈം പാസിനായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. മാരീഡ് അല്ല. മാരീഡ് ആണെങ്കിൽ അത് പറയായിരുന്നു നമുക്ക്, പക്ഷേ ഈ പേഴ്സൺ മാരീഡ് അല്ല, ഈ പേഴ്സൺ അൺമാരീഡ് ആണ്. അൺമാരീഡ് ആകുമ്പോൾ നിങ്ങളെ വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കാം, അൺലെസ് നിങ്ങൾ കല്യാണം കഴിച്ച ആളല്ലെങ്കിൽ. മനസ്സിലായി? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കാം, പക്ഷേ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളായിട്ടൊരു ലവ് ഫീലിംഗ് ഇല്ല ഈ പേഴ്സണ്. ഈ പേഴ്സൺ എപ്പോഴും ഡിറ്റാച്ച്ഡ് ആയിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് നിൽക്കുന്ന, ഇമോഷൻസ് ഒട്ടും നിങ്ങളോട് കാണിക്കാത്ത വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. സ്ട്രെങ്ത്, നിങ്ങളെ കൺട്രോൾ ചെയ്യാന്നാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. അവസാനം ഈ പേഴ്സൺ ഇറങ്ങിപ്പോകും, അത് തന്നെയാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കൊണ്ട് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നിരിക്കാം, അപ്പോൾ നിങ്ങൾ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴായിരിക്കും ഈ സിറ്റുവേഷൻ മുഴുവൻ ഉണ്ടായത്, മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇനിയും പൈസ ഉണ്ട്, തരാൻ പറ്റും എന്നൊരു ചിന്തകൾ. ഇപ്പം നിങ്ങൾ ഈ പേഴ്സൺ മദർ ഓഫ് പെൻറ്റക്കിൾ ചിലപ്പം ഒരു ഭയങ്കരമായിട്ട് സെൽഫിഷ് ആയ ഒരു എനർജിയാണ്. റിവേഴ്സാണ് വന്നിരിക്കുന്നത്. നേരെ വന്നു കഴിഞ്ഞാൽ ഒരു അമ്മയുടെ സ്നേഹമാണ്, ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര സെൽഫിഷാണ്, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, നല്ലോണം സ്വന്തം ബ്യൂട്ടി പാർലറിലൊക്കെ, പെണ്ണുങ്ങളാണെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ കറക്റ്റായിട്ട് പോയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ആണായാലും പെണ്ണായാലും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതിന് സമയം കണ്ടെത്തുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഉദ്ദേശം പലതാണ്. നിങ്ങളോട് മാത്രമാണെങ്കിൽ ഇത്രയും മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പല
റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും മെയിൻ്റനൻസ് കൊണ്ടുവേണ്ടി വരുന്നത് നമുക്കല്ലേ. എല്ലാവരെയും പ്ലീസ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണിത്. ഇതുപോലെ എപ്പോഴും ആക്റ്റീവാണ് ഈ പേഴ്സൺ, എപ്പോഴും ആക്റ്റീവാണ്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല ഈ പേഴ്സണ്. വളരെ വാചാലമായി സംസാരിക്കുന്ന നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ ഉള്ള ഒരു എനർജിയാണിത് കേട്ടോ. പക്ഷേ അവസാനം നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നത്, നിങ്ങളൊരു മാരീഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ മദറോ സിംഗിൾ ഫാദറോ ആരെങ്കിലും ആണോ? എന്തായാലും ഇവിടെ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കുട്ടിക്കൊരു അച്ഛനാവാനോ അല്ലെങ്കിൽ കുട്ടിക്കൊരു അമ്മയാവാനോ ഈ എനർജിക്ക് ആഗ്രഹമില്ല. ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറാനുള്ള ഒരു സ്ഥിരമായ റിലേഷൻഷിപ്പിലേക്ക് കയറാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. എന്ത് ആക്ഷനാണ് ഇവരുടെ എടുക്കുക? എന്തായാലും നിങ്ങളുടെ അടുത്ത് ഇപ്പം അകന്ന് പോയിട്ടുണ്ട് ഈ പേഴ്സൺ. എന്ത് ആക്ഷനാണ് എടുക്കുക? ഇതിപ്പോൾ നോ കോണ്ടാക്റ്റ് അല്ല, ഒരു നോ കോണ്ടാക്റ്റിൽ ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്നില്ല. ഇപ്പം സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കണം എന്താ ചെയ്യേണ്ടത്. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? ഒരു ടവർ മൊമെൻ്റ് ഒഴിവാക്കാൻ ഈ പേഴ്സൺ നോക്കും. മനസ്സിലായി? നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് ടവർ മൊമെൻറ്റ്, നിങ്ങളൊരു ടവർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ടവർ മൊമെൻറ്റ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക്, ആ സമയം ഈ പേഴ്സൺ ആക്ഷൻ എടുക്കും. അതുവരെ ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ ഇവിടെ ഒരു ടവർ ഉണ്ടാവും, ഈ പേഴ്സണ് പേടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അപ്പോൾ ഇത് എൻഡ് ചെയ്യാണ്ടിരിക്കാനാണ്. മനസ്സിലായോ? എൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നത്. മെയിനായിട്ട് ഈ പേഴ്സണ് പണത്തിൻ്റെ ഒരു സ്രോതസ്സാണ് നിങ്ങൾ. നിങ്ങളുമായിട്ട് കണക്ഷൻ ആകുമ്പോൾ ഈ പേഴ്സണ് പണത്തിന് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യങ്ങളെല്ലാം നിങ്ങളാണ് നിറവേറ്റി കൊടുക്കുന്നത്, പണത്തിൻ്റേതായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരണം. അതിന് വേണ്ടി പേഴ്സൺ ട്രൈ ചെയ്യും. ഇനിയും ഒരു യങ് എനർജി ആയിട്ടാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഭയങ്കര സ്മാർട്ടാണ് ഇത്, വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. റിലേഷൻഷിപ്പ് ഒരു ടവർ മൊമെൻറ്റ് ഉണ്ടാവും എന്ന് കാണുമ്പോൾ മുങ്ങിക്കളയുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം കിട്ടില്ല, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടിയെന്ന് ഒരു സംശയം തോന്നുമ്പോഴാണ് മുങ്ങുന്നത്, പിന്നെയും തിരിച്ചു വരും. അപ്പോൾ ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. ഇവിടെ റീകൺസിലിയേഷൻ വരും. ഈ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും വരും. കാരണം ഈ പേഴ്സണ് ഇനിയും നിങ്ങളെ പിഴിഞ്ഞത് മതിയായിട്ടില്ല. ഇനിയും നിങ്ങളുടെ അടുത്ത് പണമുണ്ട്, അത് ഇനിയും വേണം എനിക്ക് എന്നൊരു, അതുപോലെ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പേഴ്സൺ എന്തായാലും കമ്മിറ്റ്മെൻറ്റ് തരില്ല. ഈ പേഴ്സൺ ഇറങ്ങിപ്പോകും. പക്ഷെ തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ എടുക്കും. അത് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഈ പേഴ്സൺ കയറി വരാൻ പോകുന്നത്. സ്കോർപ്പിയോ, ഇവിടെ സ്കോർപ്പിയോ, സ്ട്രോങ് സ്കോർപ്പിയോ, സാജിറ്റേറിയസ്, ലിയോ ഉണ്ട്. പിന്നെ അത്രയുമാണ് സോഡിയാക് സൈൻ. ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജ് ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റീഡിങ്ങിലേക്ക് പോകാം. അപ്പം നമുക്ക് അടുത്ത റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത റീഡിങ് ഇതാണ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഭവാനി. ആദ്യം ഇത് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ഭവാനി. തിരിഞ്ഞില്ല പക്ഷെ. ഓക്കെ, ഈ ഒരു കാർഡാണ്. വേറെ കാർഡ്സ് ഒന്നും തിരിഞ്ഞിട്ടില്ല. ഈ ഒരു കാർഡ് ആദിയോഗി.
എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. ഇത് യോഗ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതചര്യയാണ്. അപ്പോൾ അതിൽ ഡയറ്റും നമ്മളുടെ ശരീരത്തിൻ്റെ ശരീര എക്സസൈസും പിന്നെ മനസ്സിൻ്റെ ആ ഒരു സന്തുലനാവസ്ഥയും എല്ലാം വരുന്ന ഒരു ഇതാണ് യോഗ. എല്ലാ ലൈഫിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു സാധനമാണ് യോഗ. നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ ഭക്ഷണം എല്ലാം നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ വരണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് കപ്സ്. ഈ പേഴ്സൺ ഭയങ്കര ഓവർ സെൻസിറ്റീവ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ പേഴ്സണെ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നതിൽ അധികം സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ്. വളരെ വളരെ ഇമോഷണലാണ്, വളരെ ഇൻസെക്യൂർഡ് ആയൊരു എനർജിയാണ്, വളരെ വീക്കായ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ എപ്പോഴും ഈ വളരെ വീക്കായവർ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പോസിറ്റീവായിട്ട് അപ്രീഷിയേറ്റ് ചെയ്താലും അവരത് നെഗറ്റീവായിട്ട് അവൻ്റെ വേറെ ഉദ്ദേശമാണ് അല്ലെങ്കിൽ അവളുടെ വേറെ ഉദ്ദേശമാണ്, കളിയാക്കിയതായിരിക്കും, നിന്നെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ് ഉടനെ ഇവരുടെ മനസ്സിൽ കളിയാക്കിയതായിരിക്കും. കാരണം ഇവർക്ക് കോൺഫിഡൻസ് ഇല്ല, ഇവരെ കാണാൻ നല്ലതാണ് അല്ലെങ്കിൽ ഇവർ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുമെന്ന് ഇവർക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. അങ്ങനത്തെ എനർജീസാണ്. വളരെ ഇൻസെക്യൂർഡാണ്, ഭയങ്കര റെസ്റ്റ്ലെസ് ആയ ഒരു എനർജിയാണ് കേട്ടോ. എപ്പോഴും ഇപ്പോഴും ഡിഫെൻസീവ് ആയിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ഡിഫെൻസീവായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണിത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ് ഇത്. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഇവരെ മനസ്സിലാവില്ല. കാരണം ഇവരുടെ മുഖത്ത് ഒരു എക്സ്പ്രഷനും വരില്ല, സ്ത്രീ ആയാലും പുരുഷനായാലും. നമ്മളിവരെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. അവരെ നമ്മൾ ഇൻസൾട്ട് ചെയ്താലും അവർക്ക് സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും ഒന്നും മുഖത്ത് കാണിക്കാത്ത ഒരു എനർജിയാണ്. വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഇവരെ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മളോട് പക തീർക്കുന്നവരാണ്. നമുക്ക് മനസ്സിലാവുകയും കൂടി ഇല്ല ഇവരെന്തിനാണ് നമ്മളോട് പക പോക്കുന്നതെന്ന്. മനസ്സിലായി? അതിൽ സന്തോഷം കണ്ടെത്തുന്ന കുറച്ച് ആളുകളാണ് ഇവർ. ഇവരെ വളരെ അധികം സൂക്ഷിക്കേണ്ട എനർജിയാണ്. ആ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ചുറ്റും ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഉള്ളിൽ കടലരമ്പുമ്പോഴും മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല, വളരെ കൂളായിട്ടിരിക്കുന്ന ഒരാൾ. കുറച്ച് സൈക്കോ പ്രശ്നമുള്ള ഒരു എനർജിയാണിത് കേട്ടോ. ഇവരെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും സാധാരണ ആൾക്കാരൊക്കെ അയ്യോ എന്തൊരു സന്മനസ്സുള്ള ആളാണ് എന്നൊക്കെ പറയും. ആർക്കും കടം കൊടുക്കില്ല, പക്ഷെ ദാനം കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണത്. കടം ചോദിച്ചാൽ തരില്ല, പക്ഷെ ദാനമായിട്ട് കൊടുക്കും. അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ്. ഓക്കെ, ക്ലാരിഫൈ ചെയ്യുന്നത് പേജ് ഓഫ് സ്വേർഡ്സ്. അപ്പോൾ കാര്യങ്ങൾക്കെല്ലാം ഡിലേ വരും. വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്യില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത് രണ്ട് മീനിങ് വരും. 6 ഓഫ് സ്വേർഡ്സിന് രണ്ട് മീനിങ്. വഴക്കിട്ടിട്ട് പറഞ്ഞ് സമാധാനിപ്പിച്ച് കുറച്ച് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാം എന്നാഗ്രഹിക്കുന്ന ഒരു എനർജി. രണ്ടാമത്തെ കാർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിന്ന് മുമ്പോട്ട് പോവുക, ഇത് ഉപേക്ഷിച്ചിട്ട് മുമ്പോട്ട് പോവുക. ആ രണ്ട് എനർജിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ചിലപ്പോൾ നിങ്ങളായിട്ട് വഴക്കിടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ കുറച്ചും കൂടെ അതൊന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം കേട്ടോ. അതുമായി ആകാം. ഓക്കെ, നമുക്ക് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. മൂന്ന് കാർഡ് വരെയൊക്കെ എടുക്കാം. ത്രീ ഓഫ് പെന്റക്കിൾസ്, കൊളാബറേഷൻ. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഈ ഒരു സാധ്യം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ, നിങ്ങൾ തമ്മിൽ മുമ്പോട്ട് പോകാൻ തന്നെ ആഗ്രഹിക്കുന്നത്. ഇവിടെ 3 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ഇതൊരു കിങ് ആണ്. അപ്പോൾ അതൊരു മാരീഡ് എനർജിയാണ്, വിവാഹിതൻ ആയ അല്ലെങ്കിൽ വിവാഹിതയായ ഒരു എനർജിയാണ്. പക്ഷേ ഇവിടെ കാണിക്കുന്ന ഒരു സിംഗിൾ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരു സിംഗിൾ എനർജി ഉണ്ട്. അത് നിങ്ങളാവാം അല്ലെങ്കിൽ വേറൊരു സിംഗിൾ എനർജി ആവാം. ഇത് വളരെ കഠിനമായി അധ്വാനിക്കുന്ന, നല്ലൊരു ഫിനാൻഷ്യൽ ഫ്യൂച്ചറിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു എനർജിയാണ്.
കുറച്ച് മെച്യൂർഡായ എനർജിയാണ്, പക്ഷെ സിംഗിളാണ് ഈ എനർജി കേട്ടോ. അപ്പോൾ ഇവരുമായിട്ട് ചിലപ്പോൾ ബിസിനസ് ഡീലായിരിക്കാം. 3 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ കൊളാബറേഷനാണ്. രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ ഇൻട്രസ്റ്റ് ഉള്ള രണ്ടുപേരാണെങ്കിൽ അതിനകത്ത് ആ സിറ്റുവേഷൻ ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു കൊളാബറേഷൻ നടത്താൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കള്ളത്തരമൊന്നുമില്ല, സ്ട്രെയിറ്റ് ഫോർവേഡാണ്, സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല ഇവിടെ. പക്ഷേ ഈ പേഴ്സൺ ഇതിൽ നിന്ന് കുറച്ച് ഇവരോട് കുറച്ചൊരു പൊസസീവാണ് ഈ പേഴ്സൺ. പക്ഷെ ഇതൊരു ബേർഡൻസം റിലേഷൻഷിപ്പ് അല്ല. കൊളാബറേറ്റ് ചെയ്യാനും ഈക്വൽ കൊളാബറേഷൻ ഈ പേഴ്സൺ ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു ബിസിനസ് ഡീൽ ആയിരിക്കണം എന്നുവെച്ചാൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ബിസിനസ് ഡീലിലാണ്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു സ്ത്രീ എനർജി അല്ലെങ്കിൽ ഒരു പുരുഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ആ എനർജിയുമായിട്ട് ഈ പേഴ്സൺ പ്രയോറിറ്റിയാണ്. കാരണം പ്രയോറിറ്റി എന്തിനാന്ന് വെച്ചാൽ ബിസിനസ്സിൽ ഇവർ ചിലപ്പോൾ ഒരു എന്താ പറയുക, ക്യാമറാമാനും ഡയറക്ടറും തമ്മിൽ എങ്ങനെയാണ്, പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ അങ്ങനത്തെ ഒരു തരം ബന്ധം. അപ്പോൾ ഈ ഒരു വഴികാട്ടി കൂടിയാണ്, ഒരു അഡ്വൈസർ ആയിരിക്കാം, ലീഗൽ അഡ്വൈസർ ആയിരിക്കാം ഈ എനർജി. ഇവർ തമ്മിൽ കള്ളത്തരമൊന്നുമില്ല, എല്ലാം തുറന്ന് പറയുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സണും നിങ്ങളുടെ പേഴ്സണും. ഈ ഒരു എനർജിയും എല്ലാം തുറന്ന് പറയും. ഈ പേഴ്സൺ ഈ സിറ്റുവേഷൻ ഒരു ബേർഡൻ അല്ല, ഒരു പ്രശ്നങ്ങളെ ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു എനർജി, ഈ പേഴ്സൻ്റെ ഈ എനർജി. അപ്പോൾ ഈക്വൽ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ചിലപ്പോൾ രണ്ടുപേരും ഒരേ സിറ്റുവേഷനിലുള്ള രണ്ടുപേരായിരിക്കാം. അവർ തമ്മിൽ കാര്യങ്ങൾ സ്വന്തം പ്രാരാബ്ധങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടുപേരാണ് ഇവർ കേട്ടോ. കൂടുതലും ബിസിനസ് ഇൻട്രാക്ഷനാണ്, അല്ലാതെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കള്ളത്തരം ഒന്നുമില്ല ഇവർ തമ്മിൽ. അതാണ് ഈ സിറ്റുവേഷൻ. അത് നിങ്ങളാവാം, അല്ലെങ്കിൽ ഇത് വേറൊരു എനർജി ആവാം, നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിലുള്ള വേറൊരു എനർജി. എന്തായാലും നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ്? നിങ്ങളോട് ഈ പേഴ്സൺ എന്താണ് ഫീലിങ്സ്? എടാ എന്താ ജോമി അവിടെ ഇന്നോ ഇന്നോ. അപ്പോൾ ഒരു കാർഡ് കൂടെ നോക്കാം നമുക്ക്. ജോമി അടി കൊള്ളും. അപ്പോൾ 3 കാർഡ്സ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. നിങ്ങളോട് ഹാപ്പിലി മാരീഡ് ആണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുമായിട്ട് ഹാപ്പിലി മാരീഡ് ആണ് ഈ പേഴ്സൺ. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആണ് ഇത് എനർജി. ഇത് മാരേജ് കാർഡാണ്. പക്ഷേ ഈ മാരേജ് ഡോർമെൻ്റ് ആണ്. നിങ്ങൾ തമ്മിൽ വലിയ ഇൻട്രാക്ഷൻ ഒന്നുമില്ല, മനസ്സിലാകണ്ടോ? എന്ന് വെച്ചാൽ ഇതിൽ വലിയ നിങ്ങൾ തമ്മിൽ അടിപിടിയോ, ഇതൊരു വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, മാരേജ് റിലേഷൻഷിപ്പാണ്, കുട്ടികളുള്ള. അപ്പോൾ ഇങ്ങനെ പോകുന്നു റിലേഷൻഷിപ്പ്, മനസ്സിലാവുണ്ടോ? നിങ്ങൾ ആ പേഴ്സൻ്റെ കാര്യത്തിൽ അധികം കൈകെടുത്താറുമില്ല, ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലും കൈകെടുത്താറില്ല, അങ്ങനത്തെ ഒരു ഇൻ്റർഫിയർ ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ. പൊതുവെ ആൾക്കാരെ കാണുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫാണ് നിങ്ങൾ തമ്മിലുള്ളത് കേട്ടോ. വളരെ ട്രഡീഷണലായ ആളുകളാണ്, പേരുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവിടെ ഫാദർ ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. ഫാദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വളരെ ലോജിക്കലായിട്ട് ഒട്ടും ഇമോഷണൽ അല്ലാത്ത ഒരു സിറ്റുവേഷൻ. നിങ്ങൾ തമ്മിൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം ജീവിക്കുകയാണ്, ഒരു കണക്ഷൻ ഇല്ല, ഒരു മാരേജ് ബോണ്ട് ഉണ്ടെന്ന് മാത്രം. ഇവിടെ ഏസ് ഓഫ് വാൻസും ഒരാൾ ഇതിന് പ്ലെയർ എനർജിയാണ്. നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ എന്ന് അറിയില്ല. എന്തായാലും വളരെ പ്ലെയർ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ഭയങ്കരമായിട്ട് മറ്റുള്ളവരായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന, വളരെ പാഷനറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് പുറത്തേക്ക് നോക്കുന്ന, ഫാമിലിയുടെ ഉള്ളിലല്ല, നിങ്ങൾ തമ്മിലല്ല ഈ പാഷനറ്റ് സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഉപരിയായിട്ട് വേറെ ആരൊക്കെയോട്ട് പാഷനറ്റ്, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ഇഷ്ടം പോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ഉണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് അല്ല. പോകുന്നുണ്ട്, പ്രശ്നങ്ങളില്ല, വഴക്കൊന്നുമില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾ തമ്മിലടിയൊന്നുമില്ല. ഇതൊരു വിധി പോലെ, ഏതായാലും കല്യാണം കഴിച്ചു, ഇതിനകത്ത് തന്നെ നിൽക്കാം, പക്ഷേ നമ്മളുടെ ആഗ്രഹ സാഫല്യങ്ങൾ നമ്മൾ പുറത്തേക്ക് നോക്കാം എന്ന് വിചാരിക്കുന്ന എനർജീസാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അതാണ് നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ ഫീലിംഗ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഫ്ലേർട്ടാണെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു വലിയ ഫ്ലേർട്ടാണ് കേട്ടോ. പക്ഷേ നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുകയാണ്. ഇതൊരു വിധി പോലെ, അങ്ങനെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള വിവാഹം ഒരു വിധിയാണ്, ദൈവമായിട്ട് കൊണ്ടുവന്നത്, അപ്പോൾ ഇത് പിരിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത. എന്താണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം?
ഈ പേഴ്സൻ്റെ ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാനൊന്നും ഇല്ല, അതങ്ങനെ പൊക്കോളും എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 ഓഫ് സ്വേർഡ്സ്, ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ എടുക്കാനുണ്ട് ഈ പേഴ്സൺ. ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ എടുക്കാനുണ്ട്, പക്ഷേ എടുക്കുന്നില്ല ഈ പേഴ്സൺ. ഇവിടെ ഒരു ഗ്രോത്ത് ഇല്ല, റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഇല്ല എന്ന് ഈ പേഴ്സൺ അറിയാം. അവിടെ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ഈ പേഴ്സൺ അറിയാം, പക്ഷേ ഈ പേഴ്സൺ എടുക്കുന്നില്ല. മനസ്സിലായോ? അത് ഏതാണ് ബെറ്റർ എന്നൊരു ചിന്തയുണ്ട്, പക്ഷെ ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല ഈ പേഴ്സൺ. ഹാപ്പിനെസ് ഉണ്ട്, ഇത് റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യേണ്ട. ഇവിടെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു മാരേജ്, അതാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള മാരേജ്. അപ്പോൾ ഡിസിഷൻ എടുക്കാനുണ്ട്, അതിന് തീരുമാനം ആയിട്ടില്ല. ആ പേഴ്സൺ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല. ഇത് പക്ഷെ ഒരു ഡെഡ് റിലേഷൻഷിപ്പാണ്, പക്ഷെ നിങ്ങൾ തമ്മിൽ പണ്ടേ പരിചയമുള്ള. ഇതിപ്പോൾ നിങ്ങൾ ഒപ്പം പഠിച്ചിട്ട് വിവാഹം, 2 വീട്ടുകാർ, ഫേമസ് വീട്ടുകാർ തമ്മിൽ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അപ്പോൾ പണ്ട് തൊട്ടേ പരിചയമുള്ള കുറേ പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുണ്ടോ? ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളാണ് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എങ്കിൽ ഈ റിലേഷൻഷിപ്പ് തീർക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഫാമിലീസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ റിലേഷൻഷിപ്പ് നിർത്താൻ പറ്റില്ല. ഉദ്ദേശം ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഗ്രോത്ത് ഒന്നുമില്ല. ഇതിങ്ങനെ ഒരു ഡെഡ് വെച്ചാൽ ചില സമയത്ത് ഈ എന്താ പറയുക, ഒരു വിവാഹം, വേറെ മാരേജ്, ആസ് ലോങ് ആസ് ഈ പേഴ്സൺ വേറൊരാൾ, അല്ലെങ്കിൽ നിങ്ങളോ ഈ പേഴ്സണോ വേറൊരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്ത അത്രയും നാള് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ പോകും. നിങ്ങൾ തമ്മിൽ ഹാപ്പിയാണോ ചോദിച്ചാൽ ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല, ഭാര്യയും ഭർത്താവുമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇത് പോകുന്നത്. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഇവിടെ നിങ്ങളും അത്ര വലിയ ടെൻഷനിലല്ല, മനസ്സിലായി? ഈ പേഴ്സണും അത്ര വലിയ ടെൻഷനിലല്ല. രണ്ടുപേരുടെയും ലൈഫിൽ 2 പേരും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ സിറ്റുവേഷൻ ഇവിടെ. എന്ത് ആക്ഷനാണ് എടുക്കുക ഈ പേഴ്സണ്? ഇവിടെ ഒരു ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. അതാണ് ഈ കിങ് ഓഫ് കപ്സിൻ്റെ കൗണ്ടർ പാർട്ടാണ് ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് നിങ്ങളാണ്. ഈ പേഴ്സൺ നിങ്ങളെ എന്താണ്, ഇൻറ്റൻഷൻ എന്താണ്? നിങ്ങളൊരു ഫൂളാക്കുകയാണ് ഈ പേഴ്സൺ എന്നാണ് ഈ പേഴ്സൺ തോന്നുന്നത്. ഇവിടെ ഒരു മദർ ഓഫ് സ്വേർഡ്സ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിലുള്ള ഒരു മദർ ഓഫ് സ്വേർഡ്സ് ഉണ്ട്. അവരുമായിട്ട് നിങ്ങളെ ഈ പേഴ്സൺ ഫൂളാക്കുകയാണെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഈ പേഴ്സണ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അത് നിങ്ങൾ അറിയുന്നില്ല എന്നാണ് ഈ പേഴ്സൺ. നിങ്ങളൊരു ഫൂളാണ്, നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അവർ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ പേഴ്സൻ്റെ കൂടെ ഉള്ളത് ചിലപ്പോൾ ഒരു ലീഗൽ അഡ്വൈസറോ അഡ്വക്കേറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും നിങ്ങൾ തമ്മിൽ ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ എൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു ചേഞ്ച് ഈ പേഴ്സൺ വേണ്ട. കാരണം നിങ്ങളിൽ നിന്ന് ഊരിപ്പോയാൽ ചിലപ്പോൾ ഇവരെ വിവാഹം കഴിക്കേണ്ടി വരും. ഇവരാണെങ്കിൽ ഒരു സിംഗിൾ മദറാണ്, ഇവർക്കൊരു ഡോട്ടർ ഉണ്ട് ഈ സ്ത്രീക്ക്. അപ്പോൾ ഇതൊരു സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, പക്ഷേ ഈ പേഴ്സൺ അങ്ങോട്ട് ചെന്ന് കയറാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ തുടരും കേട്ടോ. ആ പേഴ്സണിൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പുറത്ത് നടക്കുകയും ചെയ്യും, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ അതിലത്ര വലിയ ടെൻഷനൊന്നും അടിക്കുന്നുണ്ടെന്ന് ഇവിടെ എനർജി തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ഇതാണ് റീഡിങ്. അപ്പോൾ അക്വേറിയസ്, പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ടോറസ്, ലീബ്ര, ജെമിനായി, ലിയോ, സ്കോർപ്പിയോ, ഇവിടെ ടോറസ്, വെർഗോ. എല്ലാ സോഡിയാക് സൈനും ഉണ്ട്, പക്ഷേ പെർട്ടിക്കുലർ ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ഇവിടെ വന്നേക്കുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ കണ്ട സോഡിയാക് സൈൻസ്. അപ്പോൾ നമുക്ക് 3ാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ടോമി, ഒരു മിനിറ്റ്, ഇവനെ ഞാനൊന്ന് പുറത്തേക്ക് ഇറക്കിയേക്കട്ടെ. ഇവൻ കിടന്ന് ഇങ്ങനെ ഭയങ്കര ഷാഢ്യമാണ് ഇവന്. ടോമി വാ, ടോമി കുട്ടി വാ 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 വാ. ഇതിന്റെ പോയിട്ടാക്കി വളർത്തുന്ന
സോറി കേട്ടോ, ഈ പൂച്ച ഇവിടെ നിന്ന് വെച്ചെടുത്തോണ്ടിരിക്കുക, ഡിസ്റ്റർബൻസ് ആവും നിങ്ങൾക്കും എനിക്കും. ഓക്കെ, അപ്പോൾ ഫൈനൽ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജിയാണിത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഭഗവാനെ, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഭഗവാനെ, ഓക്കെ, ഇമോഷണൽ കൺട്രോൾ വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഈ സമയത്ത്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിന് കൺട്രോൾ വെക്കണം എന്നാണ് പറയുന്നത്. ഇമോഷൻസ് നമ്മൾ കൺട്രോൾ, നമ്മൾക്ക് തന്നെ ഫിസിക്കലി അസുഖങ്ങൾ വരും, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്തവരോട് നമ്മൾ പൊട്ടിത്തെറിക്കും, റിസൾട്ട്സ് നെഗറ്റീവായിട്ട് വരും. നമ്മൾ ആരോടാണ് എന്താണ് പറയുന്നത് നമുക്ക് ബോധം ഉണ്ടാവില്ല, ആകെ നമ്മൾ ടെൻഷനിലാണല്ലോ. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് ആണ്. ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ് ഈ പേഴ്സണ്, ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി. അപ്പോൾ നിങ്ങളെ സംശയിക്കുന്നുണ്ടോ ഈ പേഴ്സൺ? നിങ്ങളെ ആവശ്യമില്ലാതെ സംശയിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. വെർഗോ പൈസസ് ആണ് സോഡിയാക് സൈൻ. ഓക്കെ, ഓഫറൊന്നുമില്ല. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര റൂത്ത്ലെസ് ആണ്. ചിലപ്പോൾ ഒരു ഫയർ സൈനുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ട് എന്നൊരു സംശയം ഈ പേഴ്സൺ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഇത് ഈ പേഴ്സൻ്റെ എനർജിയാണ്. ഫാദർ ഓഫ് വാൻസ്, കിങ് ഓഫ് വാൻസ് ആണിത്. കിങ് ഓഫ് വാൻസ് പറഞ്ഞാൽ ഫയർ സൈൻ ആണ്. ഭയങ്കര വാശിയുള്ള, എന്നുവെച്ചാൽ നമുക്ക് വാശി ഉണ്ടാവാം അല്ലേ നമ്മൾ പക്ഷേ ഈ പേഴ്സൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ദ്രോഹിക്കും, മറ്റുള്ളവരുടെ ജീവിതം മുൻപിൻ നോക്കാതെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുക അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുക. അതുകൊണ്ട് മറ്റുള്ളവരുടെ ലൈഫ് നശിച്ചു പോകും. അതുപോലെ ഈ പേഴ്സൻ്റെ ജീവിതവും നശിച്ചു പോകും. പക്ഷെ അത് ബോധേഡേ അല്ല, അങ്ങനത്തെ ഒരു എനർജിയാണത്. വല്ലാത്തൊരു എനർജിയാണ്. സ്വയം കൺട്രോൾ വെക്കേണ്ട ഒരു എനർജിയാണ്. പക്ഷേ ഒരു കൺട്രോളും ഇല്ലാത്തൊരു എനർജിയാണത്. സർപ്പമാണ്, വിഷം ചീറ്റുന്ന സർപ്പം. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് സിറ്റുവേഷൻ. അതിൻ്റെ കൂടെ ഇൻസെക്യൂരിറ്റിയും കൂടെ വരുമ്പോഴാണ് ആ പേഴ്സണ് വാശി കയറുന്നത്. ഈഗോ, ഭയങ്കര ഈഗോ ആണ്, മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. ഓക്കെ, ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കണ്ടോ? ഒരു ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടിലാണ് ഈ പേഴ്സൺ. നോക്കാം നമുക്ക് എന്ത് ഡിസിഷനാണ് ഈ പേഴ്സൺ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തോ ഒരു കാര്യം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വിക്ടറി വേണം ഈ പേഴ്സണ്. ഇവിടെ ഈ പേഴ്സൺ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം ഉണ്ട് നിങ്ങൾക്ക് എന്ന് ഈ പേഴ്സണ് പ്രൂവ് ചെയ്താൽ മാത്രമേ ഒരു കാര്യത്തിന് അവസാനവുമാകുള്ളൂ, അതുപോലെ തന്നെ ഈ പേഴ്സണ് വിജയവും കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. എങ്ങനെ എന്നതിനാണ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. എങ്ങനെ ഇത് കലാശക്കൊട്ടിന് മുമ്പ് എല്ലാം നശിപ്പിക്കണം എന്നൊരു ചിന്ത. ഈ പേഴ്സണ് വിജയവും വേണം, അതാണ് ഈ പേഴ്സൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ഭയങ്കര ബേർഡനാണ് ഈ ഒരു ഡിസിഷൻ. ഈ പേഴ്സണ് സീക്രട്ടായിട്ടാണ് ഈ പേഴ്സൺ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. ഇത് ഉള്ളിൽ വെച്ചേക്കുകയാണ്, നിങ്ങൾക്കറിയില്ല എന്താണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്. ഇതൊരു നൊസ്റ്റാൾജിക് ഇതുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രയോറിറ്റി ചെയ്യണം എന്നാണ്, ഒരു എൻഡ് വേണം. ഇവിടെ ഒരു പഴക്കമുള്ള ഒരു സിറ്റുവേഷൻ ആണിത്. അതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളിൽ നിന്ന് എൻഡ് ആക്കിയിട്ട് വേണം ഈ പേഴ്സൺ ഒരു പഴയ ഒരു റിലേഷൻഷിപ്പിലേക്ക്, ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകാനായിട്ട്. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പാര വയ്ക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ പേഴ്സൺ ആരോടോ കണക്ഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു തടസ്സമാണ്. പക്ഷേ നിങ്ങളെ ഇല്ലാതാക്കാൻ, ശരിക്കും ഉപദ്രവിക്കാനല്ല, നിങ്ങളുടെ ആയിട്ടുള്ള കണക്ഷൻ ഇല്ലാതാക്കാനായിട്ട് അതിനെ വളഞ്ഞ വഴി നോക്കുന്ന ഒരു എനർജിയാണ്. കുറച്ച് വയലൻ്റ് ആയ എനർജിയാണ്, വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണിത് കേട്ടോ. വളരെ സൂക്ഷിക്കേണ്ട ഒരു എനർജിയാണ്. അപ്പോൾ ഇതാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യം. ക്യാൻസർ, പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ജെമിനായി, ഇത്രയുമാണ് വെർഗോ, പൈസസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണുന്നത്.
നമ്മൾ ഈ പുറമേ കാണുമ്പോൾ അയ്യോ പാവം എന്തൊരു നല്ല സ്വഭാവമാണെന്ന് വിചാരിക്കുന്നവരൊക്കെ ഉള്ളിൽ നമ്മൾ ശരിക്കും അവരെ ദ്രോഹിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അവരെ ദ്രോഹിക്കുന്നതായിട്ട് തോന്നുമ്പോഴാണ് അവരുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരിക. അതുപോലത്തെ ഒരു എനർജിയാണിത്. ആൾക്കാർക്ക് അങ്ങനെ ഓ അയ്യോ പാവം എന്ന് നമ്മൾ വിചാരിക്കുന്ന തരം ഒരു എനർജിയാണത്. വളരെ നന്നായിട്ട് സരസമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഈ പേഴ്സണിലേക്ക് അട്രാക്റ്റഡ് ആവും. മനസ്സിലായോ? എപ്പോഴും ഒരു പബ്ലിക് ഒരു അറ്റൻഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണത്. എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളോട് എന്താണ് ഫീലിങ്സ്? നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. ഇപ്പോ പേഴ്സൺ പിന്നെ ആ എനർജി വന്നേക്കുന്നുണ്ടോ? കിങ് ഓഫ് വാൻഡ്സ് ആണിത്. ഈ പേഴ്സൺ എന്തോ ഒരു നിങ്ങളെപ്പോഴും ജോലിയിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ജോലി ഓ കറണ്ട് പോകുമ്പോൾ ഇതിങ്ങനെ ആവും. നിങ്ങൾ ജോലി എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണോ? ഏത് നേരം വർക്കഹോളിക് ആയ ഒരു എനർജിയാണോ? ഇവിടെ ഒരു 10 ഓഫ് പെന്റക്കിൾസ്, പൈസ മാത്രം ഉണ്ടായിട്ട് എന്താണ് കാര്യം? മനസ്സിലായി? ഇവിടെ ഒരു ഹാപ്പിനെസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അവസാനിക്കണം എന്നാണ് ഈ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളിത് ഈ ജോലിയാണ് നിങ്ങളുടെ നാശം എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആയൊരു പേഴ്സൺ ആണ് കേട്ടോ ഇത്. ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആണ്, സ്വയം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായി? അതിൽ മറ്റുള്ളവരുടെ ഹെൽപ്പൊന്നും ഈ പേഴ്സൺ ആവശ്യമില്ല. ഈ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഡെവൽ എനർജി ആയിട്ടാണ്. അപ്പോൾ ഡെവൽ എനർജി ചെകുത്താനായിട്ട് സംസാരിക്കുന്നു എന്നല്ല, ഈ ഒബ്സഷനാണ് ഈ പേഴ്സണ്. അപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ കാര്യങ്ങൾ നടക്കണം എന്നാണ്. മനസ്സിലാവുണ്ടോ? സ്പീഡിൽ നിങ്ങൾ ഇവിടെ ഇനി സമയം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ അവസാനിക്കണം. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സണ് കൊടുക്കാൻ സമയമില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുപോലെ ഈ പേഴ്സൺ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആണ്, ഭയങ്കര നോളജബിൾ ആണ്. അപ്പോൾ ഈ പേഴ്സൺ സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ, എല്ലാ പ്ലാനിങ്ങും സ്വയം ചെയ്യുന്ന ഒരു എനർജിയാണിത്. അതുപോലെ തന്നെ ഒട്ടും ക്ഷമയില്ലാത്ത, പുറമേ നോക്കുമ്പോൾ ഭയങ്കര ക്ഷമയുള്ള, എന്നാൽ ഒട്ടും ക്ഷമയില്ലാത്ത ഒരു എനർജിയാണിത്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. കാരണം ഈ പേഴ്സൺ എന്തോ ഒരു കാര്യത്തിൽ ഒബ്സെസ്ഡ് ആണ്, നിങ്ങളുമായിട്ടല്ല. ഈ കാര്യം നിർത്തണമെന്ന കാര്യത്തിൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിർത്തണമെന്ന കാര്യത്തിൽ ഈ പേഴ്സൺ ഒബ്സെസ്ഡ് ആണ്. മനസ്സിലായോ? നിങ്ങളായിട്ടൊരു റിലേഷൻഷിപ്പ് വേണ്ട, കാരണം നിങ്ങൾ ശരിയാവില്ല, നിങ്ങൾക്ക് ഈ പേഴ്സണ് കൊടുക്കാൻ സമയമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ പേഴ്സൻ്റെ ശരിക്കുള്ള ഉദ്ദേശം? ഈ പേഴ്സൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? ഈ പേഴ്സൻ്റെ ശരിക്കുള്ള ഒരു ഉദ്ദേശം എന്താണ്? ഈ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ്, നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്, നിങ്ങളുടെ മനസ്സിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മനസ്സിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഈ പേഴ്സൺ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ, അതിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളോട് പൈസ ചോദിച്ചപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല, അതൊക്കെ കാര്യമുണ്ട്. ഇവിടെ ഒരു ഹാർഡ് വർക്കിംഗ് ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ, നിങ്ങളുടെ മനസ്സിലൊരു നിങ്ങളൊരു ഹാർഡ് വർക്കിംഗ് എനർജിയാണ്, വർക്കഹോളിക് ആണ്. നിങ്ങൾക്ക് ജോലി എന്നാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ല ഈ പേഴ്സണൽ ലൈഫിൽ. മനസ്സിലായി? ഈ പേഴ്സൻ്റെ മനസ്സ് സ്കാറ്റേർഡ് ആണ്. ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ്, കാരണം ഇവിടെ ഇമോഷണൽ കൺട്രോൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇമോഷണൽ കൺട്രോൾ വെക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കി, എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ പേഴ്സൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്, നിങ്ങളെ വട്ടാക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവരുത്, മൊത്തത്തിലൊരു പുകമറ ഉണ്ടാക്കിയിട്ട് ഈ പേഴ്സൺ നല്ല പിള്ളയായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഇതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. അപ്പോൾ ചിലപ്പോൾ കരയുന്ന സ്വഭാവമുള്ള ഒരാളായിരിക്കും, മിണ്ടുമ്പോൾ കരയുന്ന സ്വഭാവമുള്ള ഒരാളായിരിക്കാം. മനസ്സിലായി? അതുപോലെ തന്നെ എല്ലാ കുറ്റവും മറ്റുള്ളവരുടെ മുഖത്ത് വെച്ചിട്ട് മുങ്ങുന്ന ഒരു എനർജിയും കൂടി ഉണ്ട്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെ, ലാക്ക് ഓഫ് ഡിറക്ഷൻ. നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു ഡയറക്ഷൻ ഇല്ല. നിങ്ങളാകെ മൊത്തം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനാണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അവസാനം വരുമ്പോൾ പൈസ ഉണ്ടാവും, പിന്നെ ആരും ഉണ്ടാവില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വിടാനാണ്. അതിനാണ് ഈ പേഴ്സൺ ഈ ഡ്രാമ ഒക്കെ ചെയ്യുന്നത്.
മനസ്സിലായി? നിങ്ങൾക്ക് സമയമില്ല ഈ പേഴ്സണെ നോക്കാൻ, ഈ പേഴ്സണെ സ്നേഹിക്കാനോ ഒന്നും നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പോകുന്നത് ഇതുകൊണ്ടാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട്. മനസ്സിലായോ? ഒരു കൺഫ്യൂഷൻ. സെൽഫ് സഫിഷ്യൻ്റ് എനർജിയാണ്. നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് എനർജിയാണ്. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഡ്രാമ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഈ ഡ്രാമ മുഴുവൻ ചെയ്യുന്നത്. നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. നിങ്ങൾ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നിങ്ങൾ അങ്ങനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഈ പേഴ്സണ് പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ടൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രാമ മുഴുവനും. എന്നാൽ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ആ സിറ്റുവേഷനൊത്ത് ഉയർന്ന് ഒരു ഫൈറ്റിന് നിങ്ങൾ റെഡിയാവില്ല. മനസ്സിലായി? നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ആളല്ല. നിങ്ങൾ വളരെ അതിൻ്റെ വരുംവരായികൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നേരിട്ട് അടിച്ച് ഇതാക്കാൻ പറ്റില്ല, പേഴ്സണ് വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കള്ളത്തരത്തിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 10 of Swords എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുക തന്നെയാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. മനസ്സിലായി? അതിന് വേണ്ടിയിട്ട് വളരെ കാര്യമായ പ്ലാനിങ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഫാദർ ഓഫ് സ്വേർഡ്സ്. വളരെ റൂത്ത്ലെസ് ആയ ഒരു എനർജിയാണ്. കിങ് ഓഫ് വാൻസും കിങ് ഓഫ് സ്വേർഡ്സും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഇമോഷണൽ അല്ല ഇവർ. ഇത് ഭയങ്കര സ്വാർത്ഥതയാണ്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായി ഡയറക്റ്റായിട്ട് ഇതാക്കുന്ന ആളാണ്. ഡയറക്റ്റായിട്ട് സംസാരിക്കാം, മുഖത്തടിച്ച പോലെ സംസാരിക്കാം, നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ മൂങ്ങയെ പോലെയാണ്. മൂങ്ങ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കില്ല, നമുക്ക് പേടിയാവും, നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല, അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അറിയാതിരിക്കാൻ ഒരു പുകമറ ഉണ്ടാക്കി നിങ്ങളാകെ മൊത്തം കൺഫ്യൂസ്ഡ് ആക്കി നിങ്ങളെ ഇമോഷണൽ ആക്കാൻ പറ്റുമെങ്കിൽ അതും ആക്കിയിട്ട് മുങ്ങാനാണ് ഈ പേഴ്സൻ്റെ പ്ലാൻ. ഇതൊരു എൻഡാണ് ഈ പേഴ്സൺ. 10 of Swords ആണ് ഉദ്ദേശിച്ചത്. 10 of Swords എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ്റെ അവസാനം, അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. പക്ഷെ നേരെ ചെന്ന് മൂക്കിൽ പിടിക്കുന്നതിന് പകരം ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണ്. എന്നാലേ നിങ്ങളെ എഫക്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായ? നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു ലോകത്താണ്. അതാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്താണ്. നിങ്ങൾക്ക് ഈ നടക്കുന്നൊന്നും അറിയില്ല. അപ്പം നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാമ മൊത്തം ഈ പേഴ്സൺ ചെയ്യുന്നത്. കലാശക്കൊട്ടാണ്. എന്നിട്ട് ഈ പേഴ്സൺ ഇതിൽ ഇറങ്ങി പോവുള്ളൂ. മനസ്സിലാവണ്ടോ? അതാണ് സിറ്റുവേഷൻ. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? പോകാനൊക്കെ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? 10 of Wands. ഈ പേഴ്സൺ ഇവിടെ 10 of Swords കണ്ടൊരു പെയിൻഫുൾ എൻഡിങ് ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ പറയുന്നത് ഇത് ഭയങ്കര ഒരു ബേർഡൻ ആണ്. നിങ്ങൾക്ക് ഇതൊരു ബേർഡൻ ആക്കി എടുക്കണം. നിങ്ങൾ ആകെ കൂടെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താ നടന്നത് എന്ന് നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടരുത്. നിങ്ങൾ കുറേ നാൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഭയങ്കര ഗിൽറ്റി, നമുക്കൊരു കാര്യം എന്താണ് നടന്നതെന്ന് നമ്മൾ അറിയാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഗിൽറ്റി കോൺഷ്യസ് ആവും. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ വട്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. നിങ്ങളുടെ ബേർഡൻ, നിങ്ങൾ ഭയങ്കര കൺട്രോൾഡ് ആയ എനർജിയാണ്. ചിലപ്പോൾ ഒരു ചക്രവർത്തിനിയോ ആയിരിക്കണം. അപ്പം നിങ്ങൾ ഭയങ്കര ബിസിനസ്സിന് മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾ, നിങ്ങളിങ്ങനെ ഒരു കമ്പനികൾ ബിൽഡ് ചെയ്ത് വേറൊരു കമ്പനിയിൽ അങ്ങനെ പോകുന്ന ഒരു എനർജി ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ സില്ലി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര സില്ലിയാണ്. അപ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൊത്തം ഡ്രാമ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു എംപററാണ്. നിങ്ങൾ എന്താ പറയുക, ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയായ പോലെയാണ്. അപ്പോൾ ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ്, നിങ്ങളെ കുറ്റബോധം ഉള്ളതാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മീൻസ് ഇമോഷണൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞുകൂടിയില്ല എന്നൊരു സിറ്റുവേഷൻ വരണം. നിങ്ങളുടെ ഈ സന്തോഷം, നിങ്ങളിപ്പോൾ ഹാപ്പിയാണ്, നിങ്ങൾക്കിതൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ അടിത്തറ ഇളക്കണമെന്നാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. 10 of Cups ആണ്, Ace of Cups. അപ്പോൾ ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്ന? ഈ പേഴ്സൺ വേറൊരാളോട്, ഇത് 10 of Cups ആണ് ഈ പേഴ്സണ് വേണ്ടത്. Ace of Cups സ്നേഹമാണ് വേണ്ടത്, പക്ഷെ കമ്മിറ്റ്മെൻറ്റ് വേണ്ട. അപ്പോൾ ഏതോ ഒരു പുറത്തുള്ള ഒരാളോട് ഈ പേഴ്സൺ ഈ ഒരു ഓഫർ കൊടുക്കാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ അറിയണം, അതാണ് ഉദ്ദേശം. എന്നാലേ നിങ്ങൾ വേദനിക്കുകയുള്ളൂ. ഇത് ഒരു എന്താ പറയുക, ഒരു വിധിയാണ്, അല്ലെങ്കിൽ ഇതാണ് കർമ്മഫലമാണ്. നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണിത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ വേറെ ആരുടെ അടുത്തേക്കോ സ്നേഹത്തിന് വേണ്ടി, ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി
ഈ പേഴ്സൺ വേറെ ആരുടെ അടുത്തേക്കോ പോകുന്നതായിട്ട് ഈ പേഴ്സൺ കാണിക്കാൻ പോകുന്നത്. മൊത്തം ഡ്രാമയാണ്, മൊത്തം പുകമറയാണ്. ഇതാണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ ഒന്ന് പിടിച്ച് കുലുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പേഴ്സൺ എന്ത് ഡ്രാമ ചെയ്തിട്ടും നിങ്ങൾ കുലുങ്ങുന്നില്ല. അപ്പോൾ അവസാനത്തെ ഒരു കളിക്കാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒരു 10 ഓഫ് കപ്സും Ace ഓഫ് കപ്സും കാണിക്കുന്നത്. ഈ പേഴ്സൺ ആർക്കും ഒരു യങ് എനർജിയും കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കമ്മിറ്റ്മെന്റ് കിട്ടുന്നില്ല. മനസ്സിലായോ? ഈ എനർജിയിൽ നിന്ന് ഈ പേഴ്സണ് കമ്മിറ്റ്മെന്റ് കിട്ടുന്നില്ല. ഇതാണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്. ഒരു Ace ഓഫ് കപ്സ് ഓഫർ ചെയ്യാൻ പോകുന്നുണ്ട് ഒരു യങ് എനർജിക്ക്. അത് ഈ ബേർഡൻ കാരണമാണ് എന്നാണ് ഈ പേഴ്സൺ വരുത്തി തീർക്കാൻ പോകുന്നത്. നിങ്ങളുമായിട്ടുള്ള ജീവിതം നരകമായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേറൊരാളെ നോക്കുന്നത് എന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, ഏരീസ്, സ്കോർപിയോ, വെർഗോ ഉണ്ട്, ക്യാൻസർ, Capricorn, Virgo, Pisces, Scorpio, ഭയങ്കര പ്ലാനിങ്, ജെമിനായി, ഭയങ്കര പ്ലാനിങ് ഉള്ളൊരു എനർജിയാണ് ക്യാൻസർ. ബാക്കി ഞാൻ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ റീഡിങ് കാണാൻ എൻ്റെ ചാനലിൽ വന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം സമൃദ്ധമായിട്ട് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിങ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ബൈ.